ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ വീട്ടിലെത്തി വിവരെല്ലാവരും അറിഞ്ഞല്ലോ. അപ്പോൾ പിറ്റേ ദിവസം, അതായത് ശനിയാഴ്ച, ഞാനും അമ്മയും ഉണ്ണിയൊക്കെ കൂടി ഒന്ന് ഒറ്റപ്പാലൊന്ന് പോകാൻ വിചാരിച്ചു. വേറെ നല്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിട്ട്, അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ. ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഞാനങ്ങനെ പുറത്ത് പോകാറില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അമ്മയുടെ അടുത്ത് വരുമ്പോഴാണ് അമ്മ എനിക്ക് ഓരോന്ന് വാങ്ങിത്തരിക. ഏട്ടനുള്ളപ്പോൾ ഞാൻ ഏട്ടൻ്റെ ഒപ്പം പോയി വാങ്ങാറ്. ഇപ്പോൾ ഏട്ടനില്ലല്ലോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ അച്ഛനും അമ്മയും അങ്ങനെ പുറത്തിറങ്ങുന്ന ആൾക്കാരല്ല. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഇതാ ഉണ്ണിക്ക് മുക്കുറ്റി കിട്ടി. ഇതിങ്ങനെ ഒരു കൊമ്പിൽ തന്നെ 3 പൂക്കൾ വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഓണ സമയത്ത് ഡ്രസ്സ് കിട്ടും, പുതിയ ഡ്രസ്സ് കിട്ടും എന്നൊക്കെയുള്ളൊരു വിശ്വാസമായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തിട്ടാണ്. ഇത് അന്വേഷിച്ചിങ്ങനെ ഇറങ്ങുമായിരുന്നു ഞങ്ങൾ. സ്വത്തുവിനാണ് ഈ പ്രാവശ്യം ലക്ക്. സ്വത്ത് അത് കിട്ടി. അതിന് ഉമ്മയൊക്കെ കൊടുക്കണ്ട കേട്ടോ. സ്വത്ത് ഇതൊക്കെ ആദ്യമായിട്ട് കാണുമായിരിക്കുമല്ലേ. അങ്ങനെ നമുക്ക് ബസ് കിട്ടണമെങ്കിൽ കുറച്ചും കൂടി നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി. ഒരു 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 1:30 ആയിട്ട് ഞങ്ങൾ പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. അപ്പോൾ നമ്മൾ ലൈമും പപ്സും കഴിക്കാമെന്ന് വിചാരിച്ചു. സ്വത്തുവിന് ഉറക്കമൊക്കെ വരുന്നുണ്ട്, എന്നാലും പുള്ളിക്കാരി കുഴപ്പമില്ലാതെ ഇരുന്നു. സ്വത്തു ഇതാ കയ്യിൽ കണ്ടില്ലേ ക്ലിപ്പൊക്കെ പിടിച്ച് ഫാൻസി കടയിൽ കയറിയപ്പോൾ പുള്ളിക്കാരത്തിക്ക് വേണ്ടിയതൊക്കെ പുള്ളിക്കാരത്തി സ്വയം എടുത്ത് വാങ്ങിച്ചു. എന്താ ഞങ്ങൾ പപ്സും നാരങ്ങ വെള്ളവും കുടിക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ നേരെ ബസ് കയറി വീട്ടിലേക്ക്. വാണിയംകുളത്തൊന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിരുന്നു അമ്മ. അപ്പം നമ്മൾ നേരെ ബസ് കയറി. ബസ്സിലാണെങ്കിലും സ്വത്ത് ഒതുങ്ങിയിരിക്കണമൊന്നുമില്ല. സ്വത്ത് ഇങ്ങനെ എണീറ്റ് നിൽക്കുക, അവിടുത്തെ ആൾക്കാരോട് സംസാരിക്കുക, കാക്കി കൂന്നൊക്കെ ഇരുന്ന് പറയുക. അങ്ങനെയായിരുന്നു അവൾക്ക് കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ കാഴ്ചകളിൽ അവൾ നല്ല വികൃതി ഒപ്പിക്കും. അപ്പോൾ ബസ്സിലെ കണ്ടക്ടർ ചേട്ടൻ അവളോട് വന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ അവളിങ്ങനെ റിപ്ലൈയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതായതായിരുന്നു കണ്ടക്ടർ ചേട്ടന്. അത് എങ്ങോട്ട് പോവുക, എന്തിനു പോകാമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവളുടെ അടുത്ത്. അവൾ കാക്കി കൂന്നൊക്കെ ഇങ്ങനെ പറയണമുണ്ട്. പിന്നെ നമ്മൾ നേരെ വാണിയംകുളത്ത് ഇറങ്ങിയിട്ട് മേമയുടെ കടയിലേക്കാണ് പോയത്. മേമേനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. പുള്ളിക്കാരത്തേക്കും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, നന്മ വ്ളോഗ്സ് എന്നാണ് പേര്. അപ്പോൾ മേമയും ഡെയിലി വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഭയങ്കര ക്രിയേറ്റീവായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് പോയി നോക്കിക്കോളൂ. അപ്പോൾ അതാ പിന്നെ മേമ്മയുടെ അടുത്ത് ഇരുന്ന് മേമ്മ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്ന, നീയുണ്ടോ കൂടെ, നീ വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് മേമ്മയ്ക്ക് ഇങ്ങനെ നാണക്കേടൊക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ടോ. പിന്നെ ഞങ്ങൾ ഇച്ചിരി നേരം മേമ പറയുന്നുണ്ട്, ഓ ഇതും വീഡിയോ എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാം ഞാൻ വീഡിയോ എടുക്കും, എല്ലാം ഞാൻ ഇടും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മേമയുടെ അടുത്തേക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞ്. മേമയ്ക്ക് ഇവിടെ വാണിയംകുളത്ത് ഒരു കടയാണ്, തയ്ക്കലും പിന്നെ അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ വാങ്ങാം. സാരി, നെയ്റ്റി, ടോപ്സ്, കുട്ടികളുടെ ഡ്രസ്സ്, അങ്ങനെ കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ട്. അധികം ഒത്തിരി ഒന്നുമില്ല, ചെറിയൊരു കടയാണ്. മെയിനായിട്ട് അവിടെ തയ്യലാണ് കേട്ടോ മേമ ചെയ്യണത്. ഏത് മോഡൽ വേണമെങ്കിലും തയ്ച്ചു കൊടുക്കും ആൾ. കുറേ വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. എൻ്റെ കുട്ടിക്കാലം മുതലേ ഉണ്ട് തയ്ക്കൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ സാധനങ്ങളൊക്കെ മേമയുടെ കടയിൽ വെച്ചിട്ട് നമ്മൾ ചിക്കൻ വാങ്ങാൻ പോയിട്ടോ. അമ്മ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെല്ലുമ്പോഴാണ് അമ്മ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളിതാ ചിക്കൻ കോഴിക്കടയിലേക്ക് പോയി കൂട്ടുകാരി. അപ്പോൾ അവിടെ സമയം കുറച്ച് ആവുമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വിചാരിച്ചിട്ട് ഒരു ബേക്കറി അന്വേഷിച്ച് നടക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഉച്ച ചെയ്ത് തരണം. സ്വത്തുവിൻ്റെ അടുത്ത് സ്വത്ത് കട്ടം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് ഉച്ചത്തേക്കുള്ള പാഴ്സൽ വാങ്ങി. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ നമ്മൾ ചോറ് മാത്രമേ വെച്ചുള്ളൂ. ഒത്തിരി വൈകുമെന്ന് വിചാരിച്ചില്ല. നമ്മളിപ്പോൾ 2:30 മണി 3 മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പോൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ രാത്രിക്ക് ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.